ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നല്ല അടിപൊളിയായിട്ടിരിക്കണു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ്. ഞായറാഴ്ച ദിന പരിപാടികൾ അതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നപ്പം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമ്പലത്തിൽ ഇന്ന് പൂജയുണ്ട്. സോ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴാമെന്ന്. ഞാൻ കുറച്ചുകൂടി എണീറ്റുള്ളൂ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഞാൻ എണീറ്റു, വെള്ളമൊക്കെ കുടിച്ചു, ബ്രഷൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് കുളിക്കാം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ പരിപാടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈകിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെ പോകുന്നുണ്ട്. അവിടെ ഉത്സവമാണ്. അടുത്ത ആഴ്ചയാണ് ഉത്സവം. പക്ഷേ നമുക്ക് അന്ന് പോകാം, അടുത്ത ആഴ്ച പോകാൻ പറ്റുമോ അറിയില്ല, കാരണം എനിക്ക് എക്സാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോവും എന്നാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ് അങ്ങനെ ആ വക പരിപാടികളും ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കുറച്ചായിട്ടൊക്കെ ഞാൻ എടുക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്ക് തലയിൽ എണ്ണ തേക്കാം. ഞാൻ പൊതുവേ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും താളിയോ ഫ്ലാക്സ് സീഡോ അങ്ങനെ എന്തെങ്കിലും തേക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ തേക്കുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി തേച്ചു. അതൊന്നും ഞാൻ ഇന്ന് തേക്കുന്നില്ല. ഇന്നലെ മഴ പെയ്തു ഗൈസ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് ഇന്ന്. എത്ര നേരത്തേക്കാന്ന് അറിഞ്ഞൂടാ, എന്നാലും പൊതുവേ അല്ലാത്ത ദിവസം ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റില്ല. എനിക്കൊന്നും ആക്ച്വലി ഒട്ടും ചൂട് പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എല്ലാ ചെടികളും ഇങ്ങനെ നനഞ്ഞൊക്കെ ഇരിക്കാനാണ് നല്ല ഭംഗിയുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഇതേ ഞാൻ കുളിച്ചു, അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഇനി അമ്പലത്തിലൊന്നും പോയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട്, കാരണം ഞാൻ കുളി കഴിഞ്ഞ് വേഗം ഓടി പോവുമായിരുന്നു അമ്പലത്തിലോട്ട്. അപ്പം ഞാൻ ദേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അച്ഛൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അമ്മ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു, വിശന്നിട്ട് പാടില്ല. സോ ഇന്ന് നമുക്ക് ദോശയും മസാലയാണ് കേട്ടോ കഴിക്കുക. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മസാലയും ദോശയും, പിന്നെ ഇത് മറ്റേ സാധനമില്ലേ എന്താ കൊഴുക്കട്ട, അത് ഇന്നലത്തെ ആയിരുന്നു. അപ്പോൾ അതും ആണ് നമുക്ക് കഴിക്കാൻ. ഗൈസ്, അപ്പം നമുക്ക് ടി വി ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദോശ കഴിക്കാം. സോ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് ഉണ്ടാവും ഞായറാഴ്ച ദിവസം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. തേച്ചൂലൊക്കെ ഇട്ട് നമുക്ക് പോയിട്ട് ക്ലീൻ ചെയ്യാം. സോ ഗൈസ്, ഇനി നമുക്ക് പഠിക്കാൻ പോവാം. അയ്യോ, കുറേ പഠിക്കാനുണ്ട്, അപ്പോൾ പോയിട്ട് പഠിക്കട്ടെ. പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. പഠിത്തം അങ്ങനെ കഴിഞ്ഞു എന്നല്ല, ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കൊറിയർ വന്നു. അച്ഛൻ ഇവിടെ നമ്മുടെ മറ്റേ കൂളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ കൂളർ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കലായിരുന്നു ഇത്രയും നേരം. ഫുൾ ശരിയാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് ശരിയാക്കി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി? അവിടെ വരെ ക്ലീനിങ് ബാക്കി ഞാൻ ഇന്ന്. എന്നിട്ട് വൈകിട്ട് എവിടെയാ പോണേ? വൈകിട്ട് എവിടെ പോണേ? ആ ശരി, കാളുകളങ്ങനെ പോയില്ല എന്ന് പോവായിരിക്കും. ഇപ്പം അങ്ങനെയാ ഗൈസ്, പോകും ഗൈസ്, കാളുകളങ്ങനെ പോയിരിക്കും. അലീനി എന്ന് പോവും. സോ എന്ത് കാണിക്കണം? ചോറിക്കാം. ഹായ് ഹായ്.
പുതിയ കൂളർ നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കൊറിയറും കൂടെ നമുക്ക് കുറച്ച് മുന്നേ വന്നു. അത് നമ്മളവിടെ ശരിയാക്കണം. ഇതാണ് ഗൈസ് പുതിയ വന്ന കൊറിയർ. അങ്ങനെ നമ്മൾ റോബോട്ടിനെയൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യലായിരുന്നു ഉച്ചയ്ക്കൊക്കെ. അങ്ങനെ അത് സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ചുമ്മാ റൂമിൽ വന്ന് ഒന്ന് ഉറങ്ങിയൊന്നുമില്ല ഞാൻ. അമ്മ അച്ഛനൊക്കെ ഉറങ്ങി. ഞാൻ ഉറങ്ങിയൊന്നുമില്ല, ഫോണൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം പഠിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ടീ ടൈം ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ചായ വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാനെന്തീ തലയിൽ ഈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് കേളാവാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഗൈസ്. ഇത് കേളാവാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ പിന്നെ ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ചൂടെടുക്കത്തില്ല. കാരണം നമ്മൾ ഈ മുടി ഫുള്ള് ഇങ്ങനെ എടുത്ത് കെട്ടുന്നത് കൊണ്ട് എയർ കയറും. അങ്ങനെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ഈ സാധനം ആക്ച്വലി ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും ഗൈസ്. സാധനം ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്പം ഞാനത് ചുമ്മാ ഒന്ന് ചെയ്ത് വെച്ചു. എളുപ്പമാണ് കേട്ടോ അതിങ്ങനെ ചെയ്തൊക്കെ. അപ്പോൾ ഗൈസ് നമുക്കിനി താഴെ പോകാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഞാനങ്ങനെ പൊതുവെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. യെസ്, സോ നമുക്ക് താഴെ പോയിട്ട് നോക്കാം. നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കണം. അമ്മ അടുക്കളയിലുണ്ട്, നമുക്ക് പോയി നോക്കാം. ഹലോ. ചായ വെച്ചോണ്ടിരിക്കുകയാണെന്ന്. ഗൈസ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ വാട്ടർമെലൻ കഴിക്കുകയാണ്. എൻ്റെ തല കണ്ടിട്ട് എന്താ അമ്മ തോന്നുന്നു? അതൊക്കെ തോന്നുന്നുണ്ട്. എന്താ തോന്നേ? നല്ല രസമില്ലേ? ചൂടെടുക്കൂല ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ. ശരി. നമ്മൾ കാറ്റ് കൊള്ളാറുണ്ട് അല്ലേ അമ്മ? എന്തെല്ലാം പറ. എന്തൊന്നും പറയാനില്ല. പയ്യനുണ്ടോ നോക്കാം. എന്തിനാ എണ്ണ വച്ചിട്ട് എന്തിനാ? ഇവിടെ എവിടെയാ കണ്ടേ? ഇതാണോ കയ്യിന് ഗൈസ്? സൂര്യൻ. ഇതാണ് ഗൈസ് കയ്യിന്. നോക്കട്ടെ ഗൈസ്, ഇതാണ് സാധനം. ഇത് വെച്ച് ഇതെന്ത് ചെയ്യും? എന്നിട്ട് ഇത് വെച്ച് എണ്ണ കാച്ചോ ഗൈസ്? ഇത് വെച്ച് എണ്ണ കാച്ചി തേച്ചാൽ എന്ത് സംഭവിക്കും? മുടി വളരും. ഓ, അമ്മ മറ്റേ യൂട്യൂബിലൊക്കെ ആ വീഡിയോ ഉള്ള ചേച്ചിമാരുടെ അല്ലേ ഗൈസ്? ഇനിയുണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. വെള്ളപ്പൂ വരുന്നു. വെള്ളപ്പൂ തന്നെയാണോ? ഗൈസായി നല്ല പൂട്ടോ, പക്ഷെ കൊള്ളാം. അയ്യോടാ കുഞ്ഞിപ്പൂ. എന്താ ചാമ്പയ്ക്ക മാങ്ങയാണോ? തന്നെ ഒന്നുമില്ല ഇല്ലേ? മാങ്ങ കഴിക്കാം നമുക്ക്. മാങ്ങ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ഇല്ല കഴിക്ക്. ഒരു കടി ഇല്ലെന്ന്. പുളിയൊന്നും ഉണ്ടാവില്ല.
ചമച്ച ചമക്കാണോ അമ്മക്ക്? എന്തായാലും ഗൈസ് മാങ്ങ ചാമ്പക്ക നമ്മളിപ്പോൾ വെയിൽ കിട്ടിയത് കാണാൻ പോവാം. അറിയില്ല, ബാ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാം. സോ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി വരാം. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ടു. അങ്ങനെ നമുക്കിനി പോയിട്ട് മുഖമൊക്കെ ഒരുങ്ങാം. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട്. അത് അവരൊക്കെ റെഡി ആവുന്നുള്ളൂ. നമുക്കപ്പോൾ പോയി നോക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 10 മണി എന്തോ കഴിഞ്ഞു. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. കാരണം ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അമ്പലത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ നല്ല തിരക്കുണ്ടായി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല തിരക്കുണ്ടായി. ഞാൻ കുറേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്, ഒന്നും നടന്നില്ല. അയ്യോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വൃന്ദാവനിൽ പോയി. അവിടെയും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് സീറ്റ് കിട്ടിയേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അമ്മ മസാല ദോശയും ഞാൻ അച്ഛന് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇപ്പോൾ വീട്ടിലെത്തി. ഇനി നേരെ തന്നെ പോയി നല്ലോണം ഉറക്കം വേണ്ടിയിട്ട് നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇനി നേരെ തന്നെ പോയി ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. എന്തോരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല ഗൈസ്, സോറി. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായി അമ്പലത്തിൽ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാം നല്ല തിരക്കുണ്ടായി. അങ്ങനെ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം. അപ്പോൾ ഗൈസ്, എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ ബൈ.